മക്കളെ, ജെറൂസലേം പ്രെയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ യേശുവാകുന്ന വചനം നമ്മുടെ ഭവനത്തിലേക്ക് വരാൻ സ്വാഗതമരുളാം. കുടുംബം മുഴുവൻ ഒരുങ്ങിയിരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഒരുങ്ങട്ടെ. മക്കളെ, മനുഷ്യൻ പരിമിതിയുള്ളവനാണ്, തെറ്റുകളും കുറവുകളുമൊക്കെ ഉള്ളവരാണ്. എന്നാൽ നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും എല്ലാ പരിമിതികളും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസമുണ്ടാകും. ഇതാ കർത്താവിൻ്റെ വചനമാകുന്ന യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുകയാണ്. ഏശയുടെ പുസ്തകം 29-ാം അധ്യായം 24-ാം വാക്യം. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. മകളെ, വളരെ നമ്മുടെ ഹൃദയത്തെയൊക്കെ സ്പർശിക്കുന്ന, നമ്മുടെ കുടുംബത്തിനൊക്കെ വഴിവിളക്കാകുന്ന ഒരു മനോഹരമായിരിക്കുന്ന തിരുവചനമാണ് കേട്ടത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു താളമുണ്ട്, ഒരു റിഥമുണ്ട്, ഒരു ഓർഡറുണ്ട്, അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, പരാജയങ്ങൾ, വേർപാടുകൾ, വൈകല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം, ഓർഡർ ചിലപ്പോഴെങ്കിലും സംഭവിക്കാത്തവർ ആരുമുണ്ടാകുകയില്ല. തെറ്റായ തീരുമാനങ്ങളിൽ നമ്മുടെ ചില ഓർഡറുകളും ചില താളങ്ങളും തല്ലിക്കെടുത്തിയ ചില വ്യക്തികളെ നമ്മൾ ഓർക്കുന്നുണ്ടാകാം. മകളെ, ശാന്തതയോടെ വിവേകത്തോടെ തെറ്റുകൾ തിരുത്തുവാനുള്ള, നവീകരിക്കുവാനുള്ള അവസരമാണത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അറിവില്ലായ്മ കൊണ്ട് ഒരു വട്ടം തെറ്റിയെന്ന് കരുതി മുഴുവൻ ജീവിതത്തിന്റെ താളവും ഓർഡറും തെറ്റിക്കുന്നത് ശരിയാണോ? ചെളിയിൽ വീണെന്ന് കരുതി ചെളിയിൽ താഴ്ന്നു പോകുന്ന ഒരു കല്ലായി നമ്മൾ മാറരുത്. ഓരോ രാത്രിയും ഓരോ പ്രഭാതവും തിരുത്തുവാനും നവീകരിക്കുവാനുമായിട്ടുള്ള ജ്ഞാനവും സമയവും മണിക്കൂറുകളുമാണെന്ന് നമ്മൾ മറക്കരുത്. തകർന്നത് നമ്മുടെ പദ്ധതികളല്ലേ? ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും തകരുകയില്ലല്ലോ. അതുകൊണ്ട് വചനമാകുന്ന യേശു പറയുന്നു, തളരരുത്, കരുത്താർജിക്കുക. ദൈവം എല്ലാം നവീകരിക്കുവാൻ നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ തറവാട്ടിലേക്ക് വരികയാണ്. പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ കിടന്ന് മരുന്നിന് ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹനപ്പൂക്കളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ജെറൂസലേം വചന കൂടാരത്തിൽ വന്നു പോയിട്ടുള്ള കൈക്കുഞ്ഞുങ്ങൾ, ബാലികാ ബാലന്മാർ, യുവജനങ്ങൾ, ദമ്പതികൾ, സിസ്റ്റേഴ്സ്, അപ്പസ്തോല ഗണങ്ങൾ, ശുശ്രൂഷകർ എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഇന്നത്തെ ഈ പ്രയർ ലൈൻ ഷെയർ ചെയ്യാൻ കാത്തിരിക്കുന്ന യേശുവിൻ്റെ എല്ലാ സുവിശേഷ വേലക്കാരോടും കർത്താവിൻ്റെ കരുണയും കരുതലും ധാരാളമായി വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.